പ്രശസ്തമായ കുതിരാൻ തുരങ്കത്തിന്റെ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ നടക്കാൻ പോകട്ടോ. ജിംബലോ അല്ലെങ്കിൽ ഗോപ്രോ പോലത്തെ ക്യാമറ ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നോർമൽ ക്യാമറ പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 60% ഇപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞു. അതെ, അവിടെ മുതൽ 60% നടന്നു കഴിഞ്ഞു. ഇനി ഒരു 40% കൂടി ഉണ്ട്. അപ്പം എന്തായാലും അപ്പുറത്ത് വരെ പോയിട്ടേ കാര്യമുള്ളൂ. വെൽക്കം ടു ട്രാക്ക് യുവർ ഡേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാക്ക് യുവർ ഡേയ്സ്. ട്രാക്ക് യുവർ ഡേയ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ പുറകിൽ കാണുന്നുണ്ടല്ലോ, നമ്മുടെ കുതിരാൻ ടണലിന്റെ മുമ്പിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്റെ വോയിസ് കേൾക്കാമെന്ന് അറിയത്തില്ല. ഞാൻ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വണ്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ 1-ാം തീയതി മുതലാണ്, ഓഗസ്റ്റ് 1-ാം തീയതി മുതലാണ് നമ്മുടെ ഈ കുതിരാൻ ടണലിന്റെ ഇവിടുത്തെ പൊതുഗതാഗതം ഓപ്പൺ ആയിട്ടുള്ളത്. ഇന്ന് നമ്മൾക്ക് ആ റോഡിലൂടെ, ആ ടണലിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. അതിന്റെ അത്യാവശ്യമായിട്ടുള്ള, നമുക്ക് ഒത്തിരി വീഡിയോസ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള വീഡിയോസ് നമുക്ക് എടുക്കാം. എന്നാൽ ടണലിന്റെ വിശേഷങ്ങളിലേക്ക് പോയാലും കമാ. അങ്ങനെ നമ്മുടെ ഒത്തിരി നാളുകളുടെ കാത്തിരിപ്പിന്റെ ഫലമായ കുതിരാൻ തുരങ്കം ഇതാ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിനുള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, ഇത് നോക്കിയേ, നമ്മൾ അതിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, എനിക്ക് എന്താ പറയുക, അത് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് കയറുന്ന സമയത്തുള്ള ആ എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കര, എന്താ പറയുക, വണ്ടി ഒത്തിരി ഷെയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ അകത്തൊരു തിളയ്ക്കോ. നോക്കി, അതിനകത്തോട്ട് നമ്മൾ കയറാൻ പോകും കേട്ടോ. അതുകൊണ്ടോ ഓണം എത്തും മുമ്പേ നമ്മുടെ മാവേലി ഇങ്ങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ തുരങ്കത്തിലൂടെയാണോ വന്നെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതുണ്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. നോക്കിയേ, ആ പോകുന്നത് ഒരു ട്രെയിലർ അല്ലേ? ആ ട്രെയിലറിന്റെ വലിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. നോക്കിയേ, ആ ട്രെയിലറിനേക്കാളും എത്ര ഉയരത്തിലാണ് നമ്മുടെ ആ എന്താ പറയുക, തുരങ്കത്തിന്റെ വലിപ്പം കണ്ടോ. നമുക്ക് ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു ചാൻസ് ആണ് ഇത്. എങ്ങനെയുണ്ട് ഈ ട്രെയിലർ, അതായത് ഈ ഒരു തുരങ്കത്തിന്റെ വലിപ്പം എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ദൈവം കൊണ്ടുതന്ന ചാൻസ്. നോക്കി, നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഒരു എമർജൻസി എക്സിറ്റ് ഉള്ളത്. ഇതിൽ 2 എമർജൻസി എക്സിറ്റ് ഉണ്ട്. ഇതിൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമർജൻസി എക്സിറ്റ് വഴി നമുക്ക് അപ്പുറത്തെ തുരങ്കത്തിലേക്ക് കടക്കാം. ഇപ്പോഴുള്ള ഒരു തുരങ്കമാണ്, അതായത് ഒരു സൈഡിലേക്കുള്ളതാണ്, തൃശ്ശൂരിലേക്കുള്ളതാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് തന്നെ ഇത്രയും ഭംഗിയാണ്, അതായത് 3 ലൈനുണ്ട്. ആ വണ്ടി പോകുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ആ ഒരു തുരങ്കത്തിന്റെ വലിപ്പം. ഒന്നും നമുക്ക് നിർത്താനുള്ളൊരു ഗ്യാപ്പ് ഇല്ലെന്ന് നോക്കട്ടെ. ഞാൻ ഈ സൈഡിൽ എങ്ങാനും നിർത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾ തിരിച്ച് ഇതിലോട്ട് അകത്തോട്ട് നടന്നു വരാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളങ്ങനെ എൻട്രൻസിലേക്ക് എത്തി. സൂപ്പർ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ നമ്മളെന്തായാലും തോറ്റ് പിന്മാറാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് വണ്ടി ഇച്ചിരി ദൂരം അങ്ങ് കൊണ്ട് നിർത്തിയിട്ടാണെങ്കിൽ പോലും ഞാൻ ഇറങ്ങി ഇതിൻ്റെ അകത്ത് മുഴുവൻ നടന്ന് ഈ വീഡിയോ മുഴുവൻ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. പോലീസ് ഇനി തടുക്കുമോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കട്ടെ. നടക്കും കേട്ടോ, നടന്ന് പോയി ഒത്തിരി ദൂരം ഉണ്ട്. എന്തായാലും ഏകദേശം 960 മീറ്ററാണ് നമ്മുടെ ഈ തുരങ്കത്തിൻ്റെ ദൂരമുള്ളത്. നോക്കിയേ, നമുക്ക് വെള്ളച്ചാട്ടമുള്ള തുരങ്കം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഒന്ന് നോക്കി, നമ്മൾ ടണലിന്റെ അകത്തോട്ട് കിടക്കാണ്. ഭയങ്കര സൗണ്ട് ആട്ടോ അതിനകത്ത്, ഒരു രക്ഷയില്ല. വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നിനും ഒരു കുറവും വെച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് ഇവിടെ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഏകദേശം ഞാൻ നിൽക്കുന്നതിൻ്റെ നോക്കിയേ, ആ ഒരു സാധനം കണ്ടോ, അതിൻ്റെ എത്ര ഹൈറ്റിലായിരിക്കുന്നത് നോക്കിയേ. അത് വണ്ടികൾ വന്ന് തട്ടിയാലും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നല്ല സേഫ്റ്റിയിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സേഫ്റ്റി ക്യാമറകൾ പോലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. So can we just slow down? The only thing I'll do
ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ നടക്കുക കേട്ടോ. ഈ നടത്തം 960 മീറ്റർ ആണ്. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഉള്ളിലൊരു ചെറിയ ഭയമൊക്കെ വന്നു, എന്തിനാണെന്നറിയത്തില്ല. പക്ഷേ സംഭവം ഓസം എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി 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 എന്താ പറയാ, നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് കാണാവോ, ഇതാണ് നമ്മുടെ മെയിൻ ടണൽ. അതിനുശേഷം ഇതേ ഒരു എക്സിറ്റ്, എമർജൻസി എക്സിറ്റ് പോലെ ഇവിടെ കണ്ടത് കണ്ടോ, ഈ കാണുന്നതാണ് എമർജൻസി എക്സിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ടണലുണ്ട്. കാണാമല്ലോ അല്ലേ, നോക്കി. ജിംബലോ അല്ലെങ്കിൽ ഗോപ്രോ പോലത്തെ ക്യാമറ ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നോർമൽ ക്യാമറ പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 60% ഇപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞു. അതെ, അവിടെ മുതൽ 60% നടന്നു കഴിഞ്ഞു. ഇനി ഒരു 40% കൂടി ഉണ്ട്. അപ്പം എന്തായാലും അപ്പുറത്ത് വരെ പോയിട്ടേ കാര്യമുള്ളൂ. ഈ വരുന്നവരുടെ എല്ലാവരുടെയും വീഡിയോയിൽ ഞാൻ ഉണ്ടാവും മിക്കവാറും. എല്ലാവരും ക്യാമറ പുറത്തിട്ടിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതിനകത്ത് പാറ പൊട്ടിച്ചിട്ട് അതില് സിമെന്റ് പോലത്തെ സംഭവങ്ങൾ മിക്സ് കയറ്റിയിട്ടുണ്ട്, സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് SOS ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ കുടുങ്ങി പോവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അധികൃതരെ അറിയിക്കാനുള്ള അതിലൊരു ബട്ടൺ ഉണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സേവ് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ കൂടെ നമുക്ക് ഈ ടണലിൻ്റെ അകത്തുണ്ട്. നേരത്തെ കണ്ട എമർജൻസി എക്സിറ്റിലോട്ടുള്ള സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത നമ്മുടെ എമർജൻസി എക്സിറ്റ് അടുത്ത തുറണം ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ ഒരെണ്ണം കണ്ടു, വീണ്ടും ഒരെണ്ണം കൂടിയുണ്ട്. ഏകദേശം 2 എണ്ണം ഉണ്ടെന്ന്. ഇത് രണ്ടാമത്തെയാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് രണ്ടാമത്തെ ഈ എമർജൻസി എക്സിറ്റ് കാണുന്നത്. നമ്മൾ നമ്മുടെ ടണലിന്റെ ഒരു സൈഡ് മുഴുവൻ ഇതാ നടന്ന് തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 75% കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഏകദേശം 90% കഴിഞ്ഞു കേട്ടോ. 90% നമ്മളിപ്പോൾ നടന്നു കഴിഞ്ഞു. മാസ്ക് ഇട്ടിട്ട് ഇത്രയും ദൂരം നടക്കല് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സംഭവം. സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ഒത്തിരി സൗണ്ടിലാണ് സംസാരിക്കുക, എന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു. ആരോ കൈ കാണിച്ചിട്ട് പോയിട്ടുണ്ട്, എനിക്ക് ആരാന്നൊന്നും അറിയത്തില്ല. ഇവിടെ വണ്ടി നിർത്തിയിടാൻ പറ്റാത്തതാണ്, പിന്നെയും കൊണ്ട് വണ്ടി നിർത്തിയിടുന്നുണ്ട്, എന്നാന്നറിയത്തില്ല. അങ്ങനെ നമ്മുടെ ടണല് തീരാറായി. നമ്മൾ നടന്നിട്ട് നല്ല ഷെയ്ക്ക് ഉണ്ടല്ലേ, സാരമില്ല, എന്താ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ജിമ്പലൊന്നും ഇല്ലല്ലോ. മേടിക്കാന്നേ, നമ്മൾ മേടിക്കാൻ പോവല്ലേ. ഇവിടെ ഭയങ്കര വെളിച്ചമാണ്, ഒരു രക്ഷയില്ല. ടണലിന്റെ ഏറ്റവും അറ്റത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന എൻട്രൻസിലേക്കാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി അങ്ങ് അപ്പറേ നിൽക്കണേ. വണ്ടികളെല്ലാം എൻട്രൻസിനകത്തോട്ട് കയറുന്നു. നമ്മളിതേ എത്തിപ്പോയി. അങ്ങനെ നടന്ന് 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 നമ്മൾ ടണലിന്റെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ ടണലിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ടണലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ടണലിൻ്റെ ഫ്രണ്ടിലാണ്. കാണാമല്ലോ അല്ലേ? ഇവിടുന്ന് മാസ്ക് ഒന്നും മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മുഖം ഒന്ന് കാണണ്ടേ, ആരാ വീഡിയോ എടുക്കണമെന്ന് അറിയണ്ടേ. ഇത്രയും ദൂരം നടന്നു വന്നതല്ലേ, ശരിക്കും ടയർഡ് ആവുന്നുണ്ട് കേട്ടോ. ഒത്തിരി ദൂരം ഉണ്ടല്ലോ നടക്കാനായിട്ട്. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്, പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി സന്തോഷമായിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കാൻ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാവും. നമ്മൾ തിരിച്ചു നടക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഹൈറ്റുള്ള ഭാഗത്തൂടെ കേട്ടോ. ഇതിനകത്തെ സ്പീഡ് 40 കിലോമീറ്റർ ആട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണാമോ? ഇത് ലീക്കേജ് ആണോന്നൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ വീണ്ടും നടന്ന് പകുതിയോളം എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ? എല്ലാരും വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാരും താഴെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ മുകളിലൂടെ നടക്കുവാണേ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 50% ഇപ്പം തിരിച്ച് നടന്നു കഴിഞ്ഞോട്ടോ. കണ്ട ആ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് കണ്ടിയ മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല വ്യൂ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്തൊരു ഹോട്ടലൊക്കെ വരുന്നുണ്ടെന്ന് പറയാൻ കേട്ടു. അത് ഇവിടെയാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ തിരിച്ച് എവിടെ നിന്ന് നമ്മൾ നടന്ന് പോയി തുടങ്ങിയോ അവിടെ തന്നെ നമ്മൾ തിരിച്ച് എത്തുകയാണ്. നമ്മുടെ ഏകദേശം 960 മീറ്റർ നമ്മൾ അങ്ങോട്ട് നടന്നു. അത്രയും തന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് നടന്ന് ടണലിൻ്റെ അവസാനം നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതാ നമ്മൾ ടണലിൻ്റെ അവസാനം ആ എൻഡിലേക്ക്, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ആ എൻഡിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓ, ഒന്നൊന്നര എക്സ്പീരിയൻസ് ആട്ടോ ഇത്. നമ്മുടെ കുതിരാൻ ടണലിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓ, നടന്ന് 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 ഒരു വഴിയായി. പക്ഷേ എന്താ പറയാ, ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. നമ്മൾ വിചാരിച്ചതൊന്നും അല്ല കേട്ടോ ഈ ടണലിനെ കുറിച്ച്. നമ്മൾ വിചാരിക്കുന്നതിലും മേലെയാണ് ടണല്. ഒത്തിരി ഒത്തിരി എന്താ പറയാ, ഭയങ്കര പണി നടന്നിട്ടുണ്ട് ഇതിൽ. എല്ലാവരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. നമ്മൾ വർഷങ്ങള് ഇതിനെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി എന്താ പറയുക പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഒന്നൊന്നര സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. അതിന്റെ കൂടെ തന്നെ വെള്ളച്ചാട്ടമുള്ള ടണലാണ് നമുക്ക് ഈ 1-ാം തീയതി മുതൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. 2021 ഒരു അടിപൊളി കാര്യം നടന്നു. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര സന്തോഷം ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. സൂപ്പർ. അങ്ങനെ നമ്മൾ ടണൽ കണ്ടതിന് ശേഷം തിരിച്ച് നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. കുതിരാൻ ടണലിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ആരെങ്കിലും കൂട്ടിയിട്ട് വരണമെന്ന് ഓർത്തോ, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല കൂടെ വരാൻ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. വണ്ടി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു വണ്ടി ഇവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. റംബൂട്ടാൻ 150 രൂപ കിലോ. അപ്പം ഞാൻ 1 കിലോ മേടിച്ചു. കുതിരാൻ ടണലിന്റെ ഒരു ഭാഗം നമ്മളിപ്പം ഓപ്പൺ ആയി കണ്ടു. അതിന്റെ രണ്ടാമത്തെ ആ ഒരു ടണൽ കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പന്നിയങ്കരയിലുള്ള നമ്മുടെ ഈ ടോള് ഓപ്പൺ ആയി തുടങ്ങും. കുതിരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ പാലക്കാട് പോകുന്ന വഴിയിലാണ് ഈ ടോൾ ഉള്ളത്. ഇപ്പം വർക്കിംഗ് ആയിട്ടില്ല,
പക്ഷെ വർക്കിംഗ് ആകും. നമ്മൾ ആ ടോള് കഴിഞ്ഞ് പോയി ഇന്ന് ചെറിയൊരു പരിപാടിയുണ്ട്, അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മുടെ കുതിരാൻ ടണലിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഞെക്കി എല്ലാവരും ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. ഞാനിടുന്ന ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.